CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വളർത്തി വലുതാക്കിയ ഗുണ്ടകളുടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ഈ അർജുൻ അയങ്കി. അതവിടെ നിൽക്കട്ടെ, നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല. ഇപ്പോഴും CPMന് തല്ലാനും കൊല്ലാനും കൊള്ളിവെക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഗുണ്ടകൾ വേണം. അതുകൊണ്ട് യുവാക്കളിൽ കേന്ദ്രീകരിച്ച് യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് CPM ഇറങ്ങുകയാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മറ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ, ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാത്തവർ അവരെയൊക്കെ തന്നെ സ്വാധീനിച്ച് CPMലേക്ക് ചേർക്കുകയാണ്. പഴയ പോലെ ആളെ കൊല്ലാനും തല്ലാനും കേസിൽപ്പെടാനുമൊന്നും ഗുണ്ടകളെ യുവാക്കളെ കിട്ടാതായിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിന്നിരുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു ജീവിതമുണ്ടായിരുന്നു, ഒരു കാലഘട്ടമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്, ഒരു അരനൂറ്റാണ്ട് മുമ്പൊക്കെ അത്തരത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരക്കാരെ കിട്ടാനില്ല. കാരണം കേസോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആളുകളെയൊക്കെ തന്നെ പാർട്ടി സംരക്ഷിക്കുമായിരിക്കും, അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുമായിരിക്കും. ഇപ്പം പെരിയ ഇരട്ട കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതികളെയൊക്കെ തന്നെ അവരുടെ കുടുംബങ്ങളെയൊക്കെ ഇവർ സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അവനവൻ പോവുകയാണെങ്കിൽ പോയി, അല്ലെങ്കിൽ അവനവൻ കേസിൽ പെടുകയാണെങ്കിൽ പെട്ടു. കേസോ മറ്റു കാര്യങ്ങളോ അവനവൻ തന്നെ നോക്കിക്കോണം. വേണമെങ്കിൽ ഒരു പാർട്ടി വക്കീലോ വല്ലതും കോടതിയിൽ ഹാജരായാൽ ഭാഗ്യം. അതുപോലെ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ഒരു മനസ്സ് ഇപ്പോൾ CPMന് ഇല്ല എന്ന് തന്നെ പറയാം. കണ്ണൂർ ജില്ലയിലെയും മറ്റേ വടക്കൻ ജില്ലകളിലെയും ഒക്കെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിൽ ഉള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ഒരു പുതിയ ചിന്ത കടന്നു വരികയാണ്. പാർട്ടിക്ക് വേണ്ടി താൻ ബലിയാടായിട്ട് തനിക്കോ തൻ്റെ കുടുംബത്തിനോ ഒരു നേട്ടവുമില്ല കോട്ടമല്ലാതെ. പാർട്ടി ഉടനെങ്ങും ഇനി അധികാരത്തിൽ വരാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ തനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തനിക്കെന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന് യുവാക്കൾ മാറി ചിന്തിച്ചിരിക്കുന്നു എന്ന് DYFIയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു യുവാവ് രഹസ്യമായി വെളിപ്പെടുത്തി. പേരൊന്നും പറയുന്നില്ല. കണ്ണൂർ ജില്ലയിൽ ഉള്ള യുവാവാണ്. അദ്ദേഹം DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു. പിന്നീട് അദ്ദേഹം പല കേസുകളിൽ പെട്ടു. ഈ കേസുകളിലൊക്കെ ഇപ്പോൾ വക്കീലിനെ ഫീസ് കൊടുത്ത് വക്കീലിനെ വെച്ച് വാദിക്കുന്നത് ഇയാൾ തന്നെയാണ്. പാർട്ടി ഓഫീസിലോ ഏരിയ കമ്മിറ്റി ഓഫീസിലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ആലോചിച്ചിട്ട് പറയാം, പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടട്ടെ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി കൂടട്ടെ എന്ന് പറയുന്ന മുടന്തൻ ന്യായങ്ങളാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അധികാരവും കയ്യിലില്ല. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഈ യുവ നേതാക്കൾ അല്ലെങ്കിൽ CPMൻ്റെ യുവ പ്രവർത്തകർ എത്തുകയാണ്. അപ്പോൾ CPM എന്താണ് ചെയ്യുന്നത്? യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് DYFI, SFI തുടങ്ങിയ സംഘടനകളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെ ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിലൊക്കെ തന്നെ തുടക്കത്തിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായുള്ള ഈ പരിപാടി തുടങ്ങിയിട്ട് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. പാർട്ടി നേതാക്കളെ പലരും അസഭ്യം പറഞ്ഞ് ഓടിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്നാണ് ഈ നേതാവ് പറയുന്നത്, ഈ യുവ നേതാവ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ DYFIയിൽ അംഗമല്ല, ആയിരുന്നു. 1 മാസം മുമ്പ് വരെ അംഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ പല നേതാക്കളും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും ഇന്ന കാര്യത്തിന് വരണം, കൂടെ വരണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തതായുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ CPM യുവാക്കളെ കേന്ദ്രീകരിച്ച് പുതിയ ഗുണ്ടാ സംഘങ്ങളെ, കൊട്ടേഷൻ സംഘങ്ങളെ ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അക്രമത്തിനും മറ്റ് സംഭവങ്ങൾക്കും കേസിൽപ്പെടുന്നതിനും സമരങ്ങൾക്കും പോകുന്നതിനു വേണ്ടി ആളെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക ടീം തന്നെ കണ്ണൂർ ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് കേൾവി. ഈ യുവാക്കളെ കൂടുതൽ CPMലേക്ക് ആകർഷിക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ആകർഷിച്ച് അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അവസാനം പാർട്ടി അവരെ മറ്റു കാര്യങ്ങൾക്ക്, അക്രമ സംഭവങ്ങൾക്ക് നിയോഗിക്കുന്നു. അവർ കേസിൽപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ പാർട്ടിക്കാർ ഒടുവിൽ കൈ കഴുകുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. താൻ ജയിച്ചാൽ പാർട്ടിക്ക് കൊള്ളാം, താൻ തോറ്റാൽ അല്ലെങ്കിൽ തനിക്കെന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ തനിക്ക് പോയി എന്നുള്ള ഒരു ലൈനാണ് ഇപ്പോൾ CPM പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് പല യുവാക്കളും, പ്രത്യേകിച്ച് ഒരു 20നും 25നും ഇടയിൽ പ്രായമുള്ള പല യുവാക്കളും SFIയും DYFIയും ഒക്കെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ CPMൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. CPM ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരാശങ്ക ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. രഹസ്യമായിട്ടാണ് കേട്ടോ, അവരുടെ ചർച്ചകളിൽ പങ്കുവയ്ക്കുന്ന കാര്യമാണ്. ഇതൊക്കെ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയിലേക്ക് പുതുതായി ആരും കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ പലരും കടന്നു വരുന്നില്ല. ഉള്ളവരൊക്കെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇത് പാർട്ടിയുടെ നയങ്ങൾ മൂലമാണ്, പാർട്ടിയുടെ രീതികൾ മൂലമാണ്. പാർട്ടി ഇവരെ സമീപിക്കുന്ന ആ ഒരു ആശയം
അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ മാത്രം യുവാക്കൾ മതി. അതിനുശേഷം അവർക്ക് എന്തെങ്കിലും കേസോ മറ്റു കാര്യങ്ങളോ വന്നാൽ പിന്നെ അവർ നോക്കിക്കൊള്ളണം. നേട്ടം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, ആശയപരമായിട്ടോ നയപരമായിട്ടോ നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണകരമായി മാറുന്നു എന്നുള്ളതാണ്. അത് ജൻസികളുടെ ഇടയിലേക്ക് ഇവർ കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഒരു പരിധിവരെ സത്യവുമാണ്. ഈ യുവാക്കൾക്കിടയിലേക്ക് കടന്നു ചെന്ന് അവരെ സ്വാധീനിച്ച് പാർട്ടിയിലേക്ക് ചേർത്ത് അവരെ തല്ലാനും കൊല്ലാനും കോളേജിൽ സമരമുണ്ടാക്കാനും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനും KSRTC ബസ്സിന് കല്ലെറിയാനും പൊതുമുതൽ നശിപ്പിക്കാനും ഒക്കെ തന്നെ നിയോഗിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ അതിനൊന്നും ആളെ കിട്ടുന്നില്ല എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് CPM. ഇനിയിപ്പോൾ ഇത്തരം പരിപാടികൾ കൊണ്ടൊന്നും പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ബക്കറ്റ് പിരിവ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. MV ഗോവിന്ദൻ അടക്കം അതിനെ എതിർക്കുന്നുണ്ട്. റെസിപ്റ്റ് ഇല്ലാത്ത ബക്കറ്റ് പിരിവ്. കാരണം പാർട്ടിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി നേതാക്കൾക്ക് ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പാർട്ടിക്ക് ഇപ്പോൾ ഡൽഹിയിലെ AKG സെൻറ്ററിന് പോലും കറണ്ട് ചാർജ് അടയ്ക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് പൈസ കൊണ്ടുപോകണമായിരുന്നു, അല്ലെങ്കിൽ പൈസ അയച്ചു കൊടുക്കണമായിരുന്നു. ആ അവസ്ഥയിലായിരുന്നു പാർട്ടി. ഇപ്പോൾ കൂടുതൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, ആശയപരമായി തകർന്നിരിക്കുന്നു, സംഘടനാപരമായി തകർന്നിരിക്കുന്നു, എല്ലാ തരത്തിലും തകർന്നിരിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇനി കരകയറുക പ്രയാസം തന്നെയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തൽ.